യുഎസും സഖ്യകക്ഷികളും ഉക്രൈന് കൂടുതൽ സഹായം വാഗ്ദാനം ചെയ്തു. എന്നാൽ റഷ്യയുടെ ഭീഷണി അവഗണിച്ച് മികച്ച ദീർഘദൂര മിസൈലുകൾ നൽകിയാൽ മാത്രമേ യുദ്ധത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാനാകൂവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. ജർമ്മനിയിലെ റാംസ്റ്റീൻ വ്യോമതാവളത്തിൽ നടന്ന ഉക്രൈന്റെ സഖ്യകക്ഷികളുടെ യോഗത്തിലാണ് സെലൻസ്കി ദീർഘദൂര മിസൈലുകൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചത്. ഉക്രൈന് $25 കോടി ആയുധ സഹായം ഉടൻ നൽകുമെന്ന് യുഎസ് അറിയിച്ചു. ജർമ്മനി 12 ഹാവിസ്റ്ററുകളും കാനഡ 80,840 ഹ്രസ്വദൂര റോക്കറ്റുകളും നൽകും. എന്നാൽ റഷ്യയിൽ കനത്ത ആക്രമണം നടത്തി അവരെ പിന്തിരിപ്പിക്കുവാൻ മികച്ച ദീർഘദൂര മിസൈലുകൾ നൽകണമെന്നാണ് ഉക്രൈന്റെ ആവശ്യം. ഉക്രൈനിലെങ്ങും നടത്തുന്ന നിരന്തരമായ ആക്രമണങ്ങളിൽ നിന്നും റഷ്യയെ പിന്തിരിപ്പിക്കുവാൻ കർസ്കിൽ നടത്തിയ ആക്രമണത്തിനായിട്ടില്ലെന്ന് സെലൻസ്കി അറിയിച്ചു. കർസ്കിനെ അവഗണിച്ച് കിഴക്കൻ ഉക്രൈനിലെ മുന്നേറ്റത്തിലാണ് റഷ്യയുടെ ശ്രദ്ധയെന്നും കർസ്കിൽ നിന്ന് അവർ സേനയെ പിൻവലിക്കുന്നതായും പറഞ്ഞു. ഇതേസമയം കിഴക്കൻ ഉക്രൈനിലെ പാവ്ലോഹാദ് നഗരത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 3 കുട്ടികൾ ഉൾപ്പെടെ 30 പേർക്ക് പരിക്കേറ്റു. തിരഞ്ഞെടുപ്പിൽ ഇടപെടുമെന്ന് ആരോപിച്ച് റഷ്യൻ മാധ്യമങ്ങളെ പുകച്ചു പുറത്താക്കാൻ യുഎസ് ശ്രമിക്കുന്നതായും റഷ്യ കുറ്റപ്പെടുത്തി. റഷ്യൻ ടിവിക്ക് വാർത്ത നൽകുന്ന ദിമിത്രി സൈംസിനെതിരെ യുഎസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തത് ന്യായീകരിക്കാനാവില്ലെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. അതിനിടെ 10 ദിവസം നീണ്ട ആക്രമണങ്ങൾക്ക് ശേഷം വെസ്റ്റ് ബാങ്കിലെ ജെനിൻ, തുൽക്കരീം, അൽഫറ നഗരത്തിലെ 3 അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറ്റം തുടങ്ങി. കവചിത വാഹനങ്ങളിലെത്തിയ 100 കണക്കിന് സൈനികർ വ്യാപകമായ ആക്രമണങ്ങളാണ് നടത്തിയത്. കുട്ടികളടക്കം 39 പാലസ്തീൻ പൗരർ കൊല്ലപ്പെട്ടു. ബുൾഡോസർ ഉപയോഗിച്ച് വീടുകളും റോഡുകളും തകർത്തു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനായിരുന്നു റെയ്ഡ് എന്നും ഏറ്റുമുട്ടലിൽ 21 പേർ കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതേസമയം കുട്ടികൾക്കുള്ള പോളിയോ വാക്സിനേഷൻ 2ാം ഘട്ടം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ആരംഭിച്ചു. ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ചേർന്നാണ് വാക്സിനേഷൻ നടത്തുന്നത്. ഇതിനകം 3,55,000 കുട്ടികൾക്ക് വാക്സിൻ നൽകി.